വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. നോട്ട് നിരോധനത്തെ തുടർന്ന് അടച്ചിട്ട ബാങ്കുകൾ പ്രവർത്തിച്ചു തുടങ്ങി. 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ മാറിക്കിട്ടാൻ ബാങ്കുകളിൽ നീണ്ട നിരയാണ് ഉള്ളത്. അതേസമയം ATM കൗണ്ടറുകൾ നാളെ തുറക്കും. വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ചേരുകയാണ്. സുനിൽ, എന്തായാലും ഈ ഒരു ദിവസത്തെ അവസാന മണിക്കൂറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോഴും നീണ്ട നിര തന്നെയാണോ ബാങ്കുകൾക്ക് മുന്നിലുള്ളത്? അഞ്ജു, രാവിലെ മുതൽ തന്നെ 10 മണി മുതൽ തന്നെ നീണ്ട ക്യൂ ആയിരുന്നു ഓരോ ബാങ്കുകളുടെയും മുന്നിൽ ഉണ്ടായിരുന്നത്. ആ ക്യൂ ഏകദേശം 3 മണിവരെ നീളുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് SBT, SBI ബാങ്കുകളുടെ മുമ്പിലായി നമ്മൾ കണ്ടത്. ഈ ബാങ്കുകളിലെ ജീവനക്കാരുടെ ഒരു സഹകരണം രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ പണം ട്രാൻസാക്ഷന് വേണ്ടി എത്തുന്നവർക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചീഫ് മാനേജർ തലത്തിൽ നിന്നുള്ള ഒരു ഇടപെടൽ പോലും ഇതിനകത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സാധിച്ചു. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ 500-1000 രൂപ നോട്ടുകൾ മാറാനായി വിവിധ സൗകര്യങ്ങൾ എല്ലാ ബാങ്കുകളിലും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സംവിധാനവും ഉണ്ടായിരുന്നു. ഇപ്പോൾ 6 മണി വരെയാണ് ബാങ്കുകളുടെ സമയം നീട്ടിയത്. ഇപ്പോഴും ബാങ്കുകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്, ആളുകൾ എത്തുന്നുണ്ട്. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ മാറി പോകുന്നു. അതുപോലെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന നടപടികളും ബാങ്കിൽ പുരോഗമിക്കുന്നു. പ്രത്യേകിച്ച് ഇനി മധ്യമേഖലയിൽ പോകുമ്പോൾ കൊച്ചിയിലും വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങൾ തന്നെയാണ്. രാവിലെ മുതൽ തന്നെ നീണ്ട ഒരു ക്യൂ അനുഭവപ്പെട്ടിരുന്നു. മറ്റൊരു കാര്യം കോഴിക്കോടിൻ്റെ കാര്യത്തിലാണ്. മലബാർ മേഖലയിൽ രാവിലെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അക്രമത്തിൻ്റെ രീതി, അതായത് ബഹളവും സംഘർഷാവസ്ഥ വരെ ഉണ്ടാകുന്ന സാഹചര്യം വരെ ചില ബാങ്കുകളുടെ ഉണ്ടായി. ബാങ്കിൻ്റെ SBI ബാങ്കിൻ്റെ ചില്ലുകൾ തകർക്കുന്ന വിഷയം വരെ കോഴിക്കോട് മുക്കത്ത് ഉണ്ടായി എന്നുള്ളതാണ് രാവിലത്തെ വിഷയം. കാരണം ഇതുമായി ബന്ധപ്പെട്ട ചില സ്ഥലങ്ങളിൽ ക്രമീകരണം ഒരുക്കുന്നതിൽ ചെറിയ വീഴ്ച വന്നു എന്നുള്ളതാണ് ഇവരുടെ ഒരു ആരോപണം. കാരണം മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ട് പോലും പണം കിട്ടുകയോ അല്ലെങ്കിൽ അത് മാറാൻ പറ്റുകയോ ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടായെന്നാണ് ഇവർ ആരോപിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ബഹളം ഉണ്ടായത്. ഏതായാലും ഇന്ന് എല്ലാ ബാങ്കുകളും 6 മണിയിൽ പ്രവർത്തിച്ച് ക്ലോസ് ചെയ്യും. നാളെയും മറ്റന്നാളും അടുത്ത ദിവസവും, അതായത് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലും ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട്. അത് 6 മണി വരെ പ്രവർത്തിക്കില്ല, ബാങ്കിന്റെ സമയം വരെ പ്രവർത്തിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും ഈ ഒരു മണിക്കൂർ മാത്രമാണ് ഇനിയുള്ളത്. നീണ്ട നിരയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്യൂ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഇന്ന് പണം മാറി കിട്ടാനുള്ള ഒരു അവസരം ഉണ്ടാകുമോ? അത്തരത്തിൽ ചില പ്രശ്നങ്ങൾക്ക് ഈ 6 മണിയോടുകൂടി ക്ലോസ് ചെയ്യുന്നതോടുകൂടി ചില ആശങ്കകളൊക്കെ ഉണ്ടോ? അഞ്ജു, അതിന് കൃത്യമായി ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടോക്കൺ സംവിധാനത്തിലൂടെ തന്നെ ഈ ക്യൂ നിൽക്കുന്നവർക്കെല്ലാം തന്നെ ടോക്കൺസ് കൊടുത്തുകൊണ്ട് ഇവർക്ക് ക്യാഷ് ഇതുപോലെ എക്സ്ചേഞ്ച് ചെയ്ത് നൽകാനും അതുപോലെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഈ എക്സ്ചേഞ്ചിലാണ് കുറച്ച് സമയം എടുക്കേണ്ടി വരിക. കാരണം അതൊരു ഫോം ഫില്ല് ചെയ്ത് ഉള്ളൊരു പ്രോസസ്സ് ആയതുകൊണ്ടാണ്. ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് സമയം അധികം വേണ്ടി വരുന്നില്ല. കൃത്യമായി നേരത്തെ ബാങ്കിൽ ഉണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെയാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങളില്ല. പക്ഷേ ഇപ്പോൾ ക്യൂ ഉള്ള സ്ഥലങ്ങളിലൊക്കെ അതിൻ്റേതായിട്ടുള്ള സംവിധാനം ഒരുക്കി തന്നെയാണ് നിൽക്കുന്നത്. പോലീസിൻ്റെ ഒരു കാവലും പല ബാങ്കുകളിലും, ഇത്തരത്തിൽ വലിയ ക്യൂ ഉള്ള ബാങ്കുകളിലും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, വ്യക്തമാണ്. നോട്ട് നിരോധനത്തെ തുടർന്ന് അടച്ചിട്ട ബാങ്കുകളിൽ അവസാന മണിക്കൂറിലെ പണത്തിന്റെ വിതരണവും ഇടപാടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നീണ്ട നിര തന്നെയാണ് ഇപ്പോഴും ബാങ്കുകൾക്ക് മുമ്പിൽ ഉള്ളത്. വിവരങ്ങളാണ് സുനിൽ അരുമാനൂർ നൽകിയത്. രാജ്യതലസ്ഥാനമായ ദില്ലിയിലെ പല ബാങ്കുകളിലും പുതിയ കറൻസി നോട്ടുകൾ എത്തിയില്ല. നോട്ടുകൾ മാറാൻ ബാങ്കിലെത്തിയ ഇടപാടുകാർ വലഞ്ഞു. പുതിയ നോട്ടുകൾ എപ്പോൾ എത്തുമെന്ന കാര്യത്തിൽ ബാങ്ക് അധികൃതർക്കും വ്യക്തതയില്ല. 1000-500 രൂപ നോട്ടുകൾ മാറിയെടുക്കാൻ എത്തിയവരുടെയും പണം നിക്ഷേപിക്കാൻ എത്തിയവരുടെയും നീണ്ട നിര എല്ലാ ബാങ്കുകളിലും ദൃശ്യമാണ്. എന്നാൽ ഈ പണം മാറി നൽകാനുള്ള കറൻസി നോട്ടുകൾ ബാങ്കുകളിൽ എത്താത്തതാണ് ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി. റിസർവ് ബാങ്ക് ദില്ലി പ്രാദേശിക കേന്ദ്രത്തിന് വെളിപ്പാടകലെയുള്ള ബാങ്കുകളിലാണ് നോട്ട് ക്ഷാമം രൂക്ഷമെന്നതാണ് കൗതുകം. രാവിലെ മുതൽ നോട്ടുകൾ മാറാൻ ബാങ്കിലെത്തിയവർക്ക് മുന്നിൽ പുതിയ നോട്ടുകൾ എത്തിയില്ലെന്ന് പറഞ്ഞ് ബാങ്ക് അധികൃതർ കൈമലർത്തി. മാറി നൽകാനുള്ള 2000-ന്റെയും 100-ന്റെയും നോട്ടുകളാണ് ബാങ്കുകളിൽ എത്താത്തത്. നോട്ടുകൾ എപ്പോൾ എത്തുമെന്ന കാര്യത്തിൽ ബാങ്ക് അധികൃതർക്കും വ്യക്തതയില്ല. ബാങ്കിൽ എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്നും എന്നാൽ പുതിയ നോട്ടുകൾ എത്താത്തതിനാൽ മാറി നൽകാൻ സാധിക്കുന്നില്ലെന്നും SBT പാർലമെന്റ് സ്ട്രീറ്റ് ബ്രാഞ്ച് മാനേജർ DS ചൗഹാൻ പറഞ്ഞു. That definitely right now we don't have much staff, but that, as I said, RBI had made an elaborate arrangement and they have instructed all the currency checks to give it. നിത്യച്ചെലവിന് പണമില്ലാതെ ബുദ്ധിമുട്ടിലാണെന്ന് ബാങ്കിലെത്തി നോട്ട് മാറാനാകാതെ മടങ്ങുന്നവർ. मेरे पास 4000 है एक्सचेंज कराने के लिए, बट मेरे पास 100 का कोई नोट नहीं है, तो मैं जमा करा दूंगा और मैं खर्चा कहां से लाऊं बताओ? कल तक तो वेट करूं, कल तक आज क्या करूंगा बताओ? അതേസമയം പരമാവധി വേഗത്തിൽ നോട്ടുകൾ ബാങ്കുകളിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്കിന്റെ എല്ലാ കേന്ദ്രങ്ങളിലും നോട്ടുകൾ ബാങ്കുകളിൽ എത്തിക്കാനായി വന്ന വാഹനങ്ങളുടെ നീണ്ട നിരയും കാണാം. നാളെ മുതൽ എല്ലായിടത്തും നോട്ടുകൾ ലഭ്യമാക്കാനുള്ള ശ്രമമാണ് RBI നടത്തുന്നത്. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം M സന്തോഷ്.
ബാങ്ക് നിക്ഷേപങ്ങളിൽ സൂക്ഷ്മ പരിശോധനയ്ക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഇന്നു മുതൽ ഡിസംബർ 30 വരെയുള്ള ബാങ്ക് നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ ധനമന്ത്രാലയം പരിശോധിക്കും. 2.5 ലക്ഷം മുതൽ മുകളിലോട്ടുള്ള ബാങ്ക് നിക്ഷേപങ്ങളുടെ റിപ്പോർട്ട് ബാങ്കുകൾ നൽകുമെന്ന് കേന്ദ്ര റവന്യൂ സെക്രട്ടറി അറിയിച്ചു. $500,000 നോട്ടുകൾ നിക്ഷേപമായി വാങ്ങിക്കാൻ സഹകരണ ബാങ്കുകൾക്ക് RBI അനുമതി നൽകി. സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചതിനെ തുടർന്നാണിത്. അതേസമയം സഹകരണ ബാങ്കുകളെ ആദായ നികുതി പരിധിയിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ അത് മേഖലയെ പ്രതിസന്ധിയിലാക്കുമെന്ന് സഹകരണ മന്ത്രി AC മൊയ്തീൻ വ്യക്തമാക്കി. 500 രൂപ, 1000 രൂപ നോട്ടുകൾ അപ്രതീക്ഷിതമായി പിൻവലിച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടിയിലൂടെ കുഴപ്പത്തിലായത് സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ബാങ്കുകളാണ്. സഹകരണ മേഖലയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ യാതൊരു നിർദ്ദേശവും നൽകിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന മന്ത്രിസഭ പ്രത്യേക യോഗം ചേർന്ന് സംസ്ഥാന സഹകരണ മേഖലയിലെയും ട്രഷറികളുടെയും പ്രവർത്തനത്തിലെ ആശങ്ക കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ തീരുമാനിച്ചത്. ഇതനുസരിച്ച് 500 രൂപ, 1000 രൂപ നോട്ടുകൾ പിൻവലിച്ചതിന്റെ ദുരിതം സഹകരണ മേഖലയിലാണെന്നും അതിനാൽ സഹകരണ ബാങ്കുകളുടെ ഇടപാടുകളിൽ വ്യക്തത വരുത്തണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചു. ട്രഷറിയിലെ ഇടപാടുകളിൽ ഉടൻ വ്യക്തത വരുത്തണമെന്നും സംസ്ഥാന സർക്കാർ കേന്ദ്ര ധനമന്ത്രാലയത്തിന് അയച്ച കത്തിൽ ആവശ്യപ്പെടുന്നു. കോപ്പറേറ്റീവ് സെക്ടറോ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടാക്കിയതല്ല, കേന്ദ്ര ഗവൺമെൻറ് ഇത്തരമൊരു കാര്യത്തിൻ്റെ പ്രത്യാഘാതം ഉണ്ടാവും, ഇത് സമൂഹത്തിലെ സാധാരണക്കാരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നുള്ളത് ആലോചിക്കാതെ നടത്തിയ ഒരു ശ്രമമാണ്. ആ നടപടിയോടല്ല ഞങ്ങൾക്ക് വിയോജിപ്പ്. അതിനാവശ്യമായൊരു മുന്നൊരുക്കം മറ്റുള്ള മേഖലയിലും നടത്താൻ കഴിയണ്ടേ? സഹകരണ ബാങ്കുകളെ ആദായ നികുതിയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ആനുകൂല്യങ്ങൾ നിക്ഷേപകർക്ക് ലഭ്യമാക്കുന്നതിനായാണെന്നും സഹകരണ മന്ത്രി AC മൊയ്തീൻ വ്യക്തമാക്കി. ആദായ നികുതി പരിധിയിൽ നിന്ന് സഹകരണ സ്ഥാപനങ്ങളെ പഴയ കാലം മുതൽ ഒഴിവുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ആദായ നികുതി വകുപ്പിൻ്റെ പരിധിയിൽ ഇതൊക്കെ കൊണ്ടുവന്നു. അതിൻ്റെ പ്രശ്നങ്ങൾ അത് പുനഃസ്ഥാപിച്ച് കിട്ടണമെന്നാണ് സഹകരണ മേഖല ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് ഒരു പരിരക്ഷയുണ്ടായിരുന്നതാണ് ആദായ നികുതി നിയമത്തിലുള്ള ഇളവുകൾ. ആ ഇളവുകൾ പുനഃസ്ഥാപിച്ച് കിട്ടണം. അപ്പം അതില്ലാതെയാക്കി എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്നാൽ സഹകരണ മേഖലയിലെ നിക്ഷേപകർക്ക് ആശങ്ക വേണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം ജില്ലാ സഹകരണ ബാങ്കുകളിലും പ്രാഥമിക സഹകരണ ബാങ്കുകളിലും നിക്ഷേപം സ്വീകരിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 1000 രൂപ നോട്ട് വീണ്ടും ഇറക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. പുതിയ ഡിസൈനിലുള്ള നോട്ടാണ് പുറത്തിറക്കുക. അതേസമയം 1000, 500 രൂപ നോട്ടുകൾ പിൻവലിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ സുപ്രീംകോടതിയിൽ ഹർജി. ധനമന്ത്രാലയത്തിന്റെ നിലപാടറിയാതെ സുപ്രീംകോടതി തീരുമാനം എടുക്കരുതെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയോട് ആവശ്യപ്പെട്ടു. കേസ് ചൊവ്വാഴ്ച പരിഗണിക്കും. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക വിഭാഗ സെക്രട്ടറി ശക്തികാന്ത ദാസ് ആണ് 1000 രൂപ നോട്ടുകൾ വീണ്ടും പുറത്തിറക്കുമെന്ന് വ്യക്തമാക്കിയത്. പുതിയ ഡിസൈനിലുള്ള 100 രൂപ നോട്ടുകളും ഉടനെത്തും. അതേസമയം 1000, 500 രൂപ നോട്ടുകൾ പിൻവലിച്ചുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവ് പൊതുജനങ്ങളെ വലയ്ക്കുന്നതും കേന്ദ്ര സർക്കാരിന്റെ സ്വേച്ഛാധിപത്യപരമായ നിലപാടുമെന്നാണ് സുപ്രീംകോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അഭിഭാഷകനായ സംഗം ലാൽ പാണ്ഡെയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ഹർജികളാണ് കോടതിയുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. മുൻകരുതലുകളോ പൊതുജനങ്ങൾക്ക് ആവശ്യമായ സമയമോ നൽകാതെയാണ് തീരുമാനം എടുത്തിരിക്കുന്നതെന്ന് ഹർജിയിൽ വ്യക്തമാക്കുന്നു. എന്നാൽ ധനമന്ത്രാലയത്തിന്റെ നിലപാടറിയാതെ തീരുമാനമെടുക്കരുതെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. ഇതംഗീകരിച്ച സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നത് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. സമാനമായ വിഷയത്തിൽ ബോംബെ ഹൈക്കോടതി അവധിക്കാല ബെഞ്ചും സ്വമേധയാ കേസെടുത്തു. സർക്കാർ തീരുമാനത്തിനെതിരെ ഒരു കൂട്ടം അഭിഭാഷകർ വാക്കാൽ പരാമർശം നടത്തിയപ്പോഴാണ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തത്. അതേസമയം ദില്ലിയിൽ സാമ്പത്തിക വാർത്താലേഖകരുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യവേ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി തീരുമാനത്തെ പിന്തുണച്ച് വീണ്ടും രംഗത്തെത്തി. ദേശീയ താൽപര്യം പരിഗണിച്ചാണ് നോട്ടുകൾ പിൻവലിച്ചതെന്നും തീരുമാനം സാമ്പത്തിക സ്ഥിരതയ്ക്ക് ആവശ്യമായിരുന്നുവെന്നും ജെയ്റ്റ്ലി അറിയിച്ചു. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. കറൻസി പ്രതിസന്ധിയും അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും സൃഷ്ടിച്ച ചാഞ്ചാട്ടത്തിനൊടുവിൽ രൂപയുടെ മൂല്യത്തിൽ വൻ കുതിപ്പ്. ഓഹരി വിപണി ഉണർന്നതോടെ സ്വർണ്ണവിലയിൽ വൻ ഇടിവും രേഖപ്പെടുത്തി. ട്രംപിന്റെ വിജയവും കറൻസി വിഷയവുമെല്ലാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രതിഫലനം സൃഷ്ടിക്കുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇന്നും കാണാനാകുന്നത്. രൂപയുടെ വിനിമയ മൂല്യം ഡോളറിനെതിരെ 66.34-ലെത്തി. 2 മാസത്തിനിടയിലെ ഉയർന്ന നിരക്കാണ് രേഖപ്പെടുത്തിയത്. ഉണർവോടെയാണ് ഓഹരി വിപണിയും വ്യാപാരം തുടങ്ങിയത്. സെൻസെക്സ് 368 പോയിന്റ് നേട്ടത്തിൽ 27,621-ലും നിഫ്റ്റി 114 പോയിന്റ് നേട്ടത്തോടെ 8,559-ലും വ്യാപാരം തുടങ്ങി. BSEയിലെ 270 കമ്പനികളുടെ ഓഹരികൾ നേട്ടത്തിലും 25 ഓഹരികൾ നഷ്ടത്തിലുമാണ്. സൺഫാർമ, ICICI ബാങ്ക്, അദാനി പോർട്സ്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ ഓഹരികൾ നേട്ടം കൊയ്തു. കഴിഞ്ഞ ദിവസത്തെ നഷ്ടം ഓഹരി സൂചികകൾ തിരിച്ചുപിടിച്ചു. ഇന്നലെ വൻ ഇടിവാണ് ഓഹരി വിപണി രേഖപ്പെടുത്തിയത്.
കറൻസിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കപ്പെടുന്നു എന്ന റിപ്പോർട്ടുകൾ വിപണിക്ക് മുതൽക്കൂട്ടായി. ഈയൊരു മുന്നേറ്റം തുടരും എന്ന് തന്നെയാണ് സാമ്പത്തിക മേഖലയിൽ നിന്നുള്ള കണക്കുകൂട്ടലുകൾ. ആഗോള സാമ്പത്തിക മേഖലയിൽ ട്രംപിന്റെ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന വിശകലനങ്ങളും വിപണിക്ക് മുതൽക്കൂട്ടായി. അതേസമയം സ്വർണ്ണവിലയിൽ വൻ ഇടിവാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. ഗ്രാമിന് 75 രൂപ കുറഞ്ഞ് 2860 പവന് 600 രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞത്. ഇന്നലെ രാവിലെ ഗ്രാമിന് 2915 രൂപ എന്ന നിലയിലായിരുന്നു. 2 മണിക്കൂർ പിന്നിട്ടപ്പോൾ 2935 എന്ന നിലയിലേക്ക് സ്വർണ്ണവില ഉയർന്നു. റെക്കോർഡ് വിലയായിരുന്നു ഇന്നലെ രേഖപ്പെടുത്തിയത്. ബിസിനസ് ഡെസ്ക്. കറൻസി അസാധുവാക്കിയതിന്റെ പ്രത്യാഘാതം സിനിമാ മേഖലയിലും. നാളെ റിലീസ് ചെയ്യാനിരുന്ന 2 മലയാള സിനിമകളുടെ റിലീസിംഗ് മാറ്റിവെച്ചു. ജനങ്ങൾ തിയേറ്ററുകളിലേക്ക് എത്തില്ലെന്ന ആശങ്ക മൂലമാണ് റിലീസിംഗ് മാറ്റിയത്. ദിലീപ് നിർമ്മിച്ച നാദിർഷ സംവിധാനം ചെയ്യുന്ന കട്ടപ്പനയിലെ ഋതിക് റോഷനും ധ്യാൻ ശ്രീനിവാസൻ നായകനാകുന്ന ഒരേ മുഖവുമാണ് റിലീസിംഗ് മാറ്റിവെച്ച മലയാള ചിത്രങ്ങൾ. അതേസമയം 2 തമിഴ് ചിത്രങ്ങൾ നാളെ തന്നെ തിയേറ്ററുകളിൽ എത്തുന്നുണ്ട്. ദിലീപും ഡോക്ടർ സ്കറിയ തോമസും ചേർന്ന് നിർമ്മിച്ച് നാദിർഷ സംവിധാനം ചെയ്യുന്ന കട്ടപ്പനയിലെ ഋതിക് റോഷനും ധ്യാൻ ശ്രീനിവാസനെ നായകനാക്കി സജിത് ജഗന്നാഥൻ സംവിധാനം ചെയ്യുന്ന ഒരേ മുഖവുമാണ് വെള്ളിയാഴ്ച റിലീസ് ചെയ്യാനിരുന്ന മലയാള ചിത്രങ്ങൾ. കേന്ദ്ര സർക്കാരിന്റെ അപ്രതീക്ഷിത സാമ്പത്തിക പരിഷ്കാരം ഏൽപ്പിച്ച പ്രഹരമാണ് റിലീസിംഗ് മാറ്റിവെക്കാൻ ഇടയാക്കിയത്. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ അസാധുവാക്കിയ പശ്ചാത്തലത്തിൽ ആവശ്യത്തിന് 100 രൂപ കറൻസികൾ വിപണിയിൽ ലഭ്യമാകാത്ത സാഹചര്യത്തിൽ ജനം തിയേറ്ററിലേക്ക് എത്തില്ലെന്ന ആശങ്കയാണ് ചിത്രങ്ങളുടെ അണിയറ പ്രവർത്തകർക്കുള്ളത്. ഒരേ മുഖത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ജയലാൽ മേനോൻ. സ്വാഭാവികമായിട്ടൊരു ഫാമിലി പ്രാഥമിക കാര്യങ്ങളിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത ശേഷം മാത്രമേ എൻ്റർടൈൻമെൻറ്റ് പോലെ സിനിമ പോലത്തതിലേക്ക് വേണ്ടി പൈസ മുടക്കത്തുള്ളൂ. പ്രത്യേകിച്ചും ഇതിനൊരു വ്യക്തത ഇല്ലാത്തതുകൊണ്ട് അവർ ഡെഫിനറ്റായിട്ടും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. അതിനുശേഷം മാത്രമേ അവർ സിനിമ പോലത്തെ ഇതിന് വേണ്ടിയിട്ട് പൈസ മാറ്റി വയ്ക്കാനും പോകാനും തയ്യാറാകത്തുള്ളൂ. അപ്പോൾ നിലവിലെ ഒരു ഞങ്ങളുടെ തീരുമാനം എന്ന് വെച്ചാൽ ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റുള്ളൊരു സിനിമ പോലത്തെ മീഡിയം ആകുമ്പോൾ ഫസ്റ്റ് ഒരു 2 വീക്കാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കളക്ഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ അറിയുന്നവരെ തൽക്കാലം ഹോൾഡ് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് നമുക്ക് റിലീസ് ഡേറ്റിനെ കുറിച്ച് ചിന്തിക്കാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി തിയേറ്ററുകളെല്ലാം വിജനമായ അവസ്ഥയിലാണ്. കുറച്ചാളുകൾക്ക് വേണ്ടി ഷോ നടത്താൻ തിയേറ്ററുകൾ നിർബന്ധിതരാകുന്നു. ടിക്കറ്റ് എടുത്താൽ ബാക്കി കൊടുക്കാൻ പണമില്ലാത്ത പ്രശ്നം പലയിടത്തുമുണ്ട്. പുതിയ നോട്ടുകൾ ബാങ്കുകളിൽ നിന്ന് കൊടുത്തു തുടങ്ങിയെങ്കിലും അതിനും പരിധിയുണ്ട്. മാത്രമല്ല പണമൊഴുക്ക് സജീവവും സുഗമവുമാകാൻ ദിവസങ്ങളെടുക്കും. അത് കഴിഞ്ഞു മതി റിലീസിംഗ് എന്നാണ് ചിത്രങ്ങളുടെ അണിയറ പ്രവർത്തകരുടെ തീരുമാനം. അതേസമയം ജയറാമിന്റെ മകൻ കാളിദാസൻ നായകനാകുന്ന ആദ്യ തമിഴ് ചിത്രം മീൻകുഴമ്പും മൺപാനിയും, ചിമ്പു മഞ്ജിമ മോഹൻ എന്നിവരെ നായകന്മാരാക്കി ഗൗതം മേനോൻ അണിയിച്ചൊരുക്കിയ അച്ചം 80 മടമേട എന്ന ചിത്രവും വെള്ളിയാഴ്ച തന്നെ തിയേറ്ററുകളിലെത്തും. കൊച്ചിയിലെ തിയേറ്ററുകൾ ഇപ്പോൾ തന്നെ ഏതാണ്ട് വിജനമാണ്. വിപണിയിൽ പണത്തിന്റെ ഒഴുക്ക് സുഗമമാകാൻ ഏതാണ്ട് ദിവസങ്ങൾ തന്നെ വേണ്ടിവരും. ജനത്തിന്റെ കയ്യിൽ അവശേഷിക്കുന്ന കറൻസികൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ അവർ നിർബന്ധിതരാകുകയാണ്. കൊച്ചിയിൽ നിന്നും അലക്സ് റാം മുഹമ്മദ്. നോട്ടുകൾ റദ്ദാക്കൽ മൂലം ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ കേന്ദ്രം പരിഹരിക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കേന്ദ്രം ഇതിനായി അടിയന്തര നടപടികൾ സ്വീകരിക്കണം. കേന്ദ്ര നടപടി രാഷ്ട്രീയ നേട്ടം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. തിരികെ വാർത്തകളിലേക്ക്. സൗമ്യ വധക്കേസിൽ സുപ്രീം കോടതി ആവശ്യപ്പെട്ടതനുസരിച്ച് നാളെ ഹാജരാകുമെന്ന് മുൻ ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജു. സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമിയുടെ വധശിക്ഷ പുനഃസ്ഥാപിക്കാൻ കോടതിയോട് ആവശ്യപ്പെടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നാളെയാണ് സൗമ്യ വധക്കേസിലെ പുനഃപരിശോധന ഹർജിയിൽ തുടർവാദം കേൾക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെ ഹാജരാകുമെന്നും കഡ്ജു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു. കോടതി വിധിയെ കഡ്ജു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. തുടർന്ന് കഡ്ജുവിനോട് കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയക്കുകയായിരുന്നു. നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാനായിരുന്നു നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നത്. രണ്ടാം മാറാട് കൂട്ടക്കൊലക്കേസ് അന്വേഷണം ഹൈക്കോടതി CBIക്ക് വിട്ടു. കൊലപാതകത്തിനു പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം. കോഴിക്കോട് സ്വദേശി കൊളക്കാടൻ മൂസ ഹർജി സമർപ്പിച്ച ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. മാറാട് അന്വേഷണ കമ്മീഷനായ ജസ്റ്റിസ് തോമസ് പി ജോസഫ് സർക്കാരിന് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ രണ്ടാം മാറാട് കലാപത്തിന് പിന്നിലെ തീവ്രവാദ ബന്ധം പ്രത്യേക കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നായിരുന്നു കൊളക്കാടൻ മൂസ ഹാജി സമർപ്പിച്ച ഹർജിയിലെ പ്രധാന ആവശ്യം. കേസന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് CBI ഹൈക്കോടതിയെ നേരത്തെ അറിയിച്ചിരുന്നു. അന്വേഷണം CBIക്ക് വിടുന്നതിൽ എതിർപ്പില്ലെന്ന് സംസ്ഥാന സർക്കാരും കോടതിയെ അറിയിച്ചിരുന്നു. രണ്ടാം മാറാട് കലാപത്തിന്റെ വിവിധ വശങ്ങൾ സംബന്ധിച്ച് വിശദമായി അന്വേഷണം നടത്തണമെന്ന് സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നു. ഈ റിപ്പോർട്ട് കോടതി പരിശോധിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഹർജിക്കാരന്റെ ആവശ്യം അംഗീകരിച്ച് കേസിൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്.
കലാപത്തിന് പിന്നിലെ ഗൂഢാലോചന CBI അന്വേഷിക്കണം. നിലവിൽ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ഇത് സംബന്ധിച്ച മുഴുവൻ രേഖകളും CBIക്ക് കൈമാറാനും ചീഫ് ജസ്റ്റിസ് മോഹൻ M. ശാന്തനഗൌഡർ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. 2003 മെയ് 2 മാറാട് കടപ്പുറത്ത് നടന്ന കൂട്ടക്കൊലയിൽ 9 പേരാണ് കൊല്ലപ്പെട്ടത്. മുൻ LDF സർക്കാർ CBI അന്വേഷണം വേണമെന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നതെങ്കിലും അന്നത്തെ UPA സർക്കാർ എതിർ നിലപാടെടുക്കുകയായിരുന്നു. എന്നാൽ കേന്ദ്രത്തിൽ ഭരണം മാറിയതോടെ CBI കോടതിയിൽ നിലപാട് മാറ്റുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വയനാട്ടിൽ ചെമ്പ്ര എസ്റ്റേറ്റ് അടച്ചുപൂട്ടലിനെതിരെ തൊഴിലാളികൾ സമരം ശക്തമാക്കുന്നു. ഇതിന്റെ ഭാഗമായി തൊഴിലാളികൾ തേയിലത്തോട്ടം കയ്യേറി വിളവെടുത്തു. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ തോട്ടം പൂർണ്ണമായി കയ്യേറുവാനും കുടിൽ കെട്ടുവാനുമാണ് സമരസമിതിയുടെ തീരുമാനം. ചേമ്പ്രയിലെ തേയിലത്തോട്ടം അടച്ചിടാൻ ഉടമകൾ തീരുമാനമെടുത്തത് ആഴ്ചകൾക്ക് മുൻപാണ്. തോട്ടം നഷ്ടത്തിലാണെന്ന് കാണിച്ചായിരുന്നു അടച്ചുപൂട്ടൽ. ലോക്കൌട്ടിന് 1.5 മാസം മുൻപ് തൊഴിലാളികളെ അറിയിക്കണമെന്ന് ചട്ടമുണ്ടെങ്കിലും അതൊന്നും പാലിച്ചില്ല. ഇതോടെ 320-ലധികം തൊഴിലാളികളും അവരുടെ കുടുംബവുമാണ് പട്ടിണിയിലായത്. എസ്റ്റേറ്റ് തുറക്കാനായി സംയുക്ത തൊഴിലാളി യൂണിയൻ സത്യാഗ്രഹ സമരം ആരംഭിച്ചുവെങ്കിലും തീരുമാനമുണ്ടായില്ല. ഇതോടെയാണ് പുതിയ സമരരീതിയുമായി തൊഴിലാളികൾ രംഗത്തെത്തിയത്. അടഞ്ഞുകിടക്കുന്ന തോട്ടം കയറി തൊഴിലാളികൾ വിളവെടുത്തു. ഞങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുക, അപ്പോൾ ഈ തോട്ടം തുടർന്ന് പ്രവർത്തിപ്പിക്കണം തന്നെയാണ് ഞങ്ങളെ തീരുമാനം. തൊഴിലാളികൾക്ക് കൂടി അവകാശപ്പെട്ട ഈ തോട്ടത്തിൽ ഇന്നു മുതൽ തൊഴിലാളികൾ ജോലിയെടുത്ത് ചപ്പ് പറിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമുറ കൂടി, പുതിയ രീതിയിലുള്ള സമരമുറ കൂടി ഇവിടെ ആരംഭിക്കുകയാണ്. വിളവെടുത്ത തേയിലച്ചപ്പ് വിപണിയിൽ വിൽക്കും. തോട്ടം തുറന്നു പ്രവർത്തിക്കണമെന്ന ആവശ്യം ഇനിയും ഉടമകൾ പരിഗണിച്ചില്ലെങ്കിൽ പൂർണ്ണമായും കയ്യേറാനാണ് തൊഴിലാളികളുടെ തീരുമാനം. പലതവണ മാനേജ്മെന്റുമായി തൊഴിൽ വകുപ്പ് ചർച്ചകൾ നടത്തിയെങ്കിലും പരിഹാരം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ ഇടപെട്ട് പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, വയനാട്. രണ്ടാം മാറാട് കലാപക്കേസ് CBIക്ക് വിട്ടതിനെ സ്വാഗതം ചെയ്യുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരിക്കുന്നു. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയതാണ് കേസ് CBIക്ക് വിടുന്നതിൽ എതിർപ്പില്ല എന്നുള്ള കാര്യം. ഇപ്പോൾ CBIക്ക് വിട്ട നടപടിയെ സ്വാഗതം ചെയ്യുന്നു എന്നും മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അഞ്ജു, ഏതായാലും ഇപ്പോൾ രണ്ടാം മാറാട് കേസ് CBIക്ക് വിട്ടതിനെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിരിക്കുന്നത്. ഇതിൽ നേരത്തെ തന്നെ സർക്കാരിന് ഈ ഒരു നിലപാട് തന്നെയായിരുന്നു. സർക്കാരിനും ഈ കേസ് CBIക്ക് വിടുന്നതിൽ എതിർപ്പുണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞത് ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഉള്ള ഒരു ആവശ്യമാണിത്. അതുകൊണ്ട് തന്നെ ഇത് CBIക്ക് വിട്ടതിനെ സ്വാഗതം ചെയ്യുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രതികരണം. ശരി, വ്യക്തമാണ്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സൗജന്യ റേഷൻ പദ്ധതിയിൽ കർഷക തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. ഭൂരഹിത ഭവനരഹിതരുടെ സർവേ നടത്തി പട്ടിക ഡിസംബർ 7 സർക്കാരിന് സമർപ്പിക്കാനും സമ്മേളനം തീരുമാനിച്ചു. 2 ദിവസങ്ങളിലായി മൂവാറ്റുപുഴയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനം നാളെ സമാപിക്കും. സാർവത്രിക റേഷനിംഗ് സംവിധാനം അട്ടിമറിക്കുന്ന കേന്ദ്ര നയം ദുർബല ജനവിഭാഗങ്ങളെ പട്ടിണിയിലാക്കുന്നതായി സമ്മേളനം ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യത്തിൽ കർഷക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ദുർബല വിഭാഗങ്ങൾക്ക് സൗജന്യ റേഷൻ ഏർപ്പെടുത്താൻ സർക്കാർ തയ്യാറാവണം. കേരളത്തിലെ ഗവൺമെന്റ് ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് സൗജന്യമായിട്ട് റേഷൻ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ തീരുമാനത്തിന് വ്യത്യസ്തമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ മുഴുവൻ കർഷക തൊഴിലാളികൾക്കും ദുർബല ജനവിഭാഗങ്ങൾക്കാവുകയും കൃത്യമായിട്ട് റേഷൻ ലഭിക്കുന്ന, സൗജന്യമായിട്ട് റേഷൻ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾ പ്രമേയത്തിന്റെ ഭാഗമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. KSKTU സംഘടിപ്പിച്ച ഭൂരഹിത ഭവനരഹിതരുടെ സർവേ റിപ്പോർട്ട് അടുത്ത മാസം 7 സർക്കാരിന് സമർപ്പിക്കും. എല്ലാ പഞ്ചായത്തുകളിലും സർവേ നടത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കുക എന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അറിയിച്ചു. സമ്മേളനം നാളെ സമാപിക്കും. സംസ്ഥാന ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായി നാളെ നടക്കും. സമാപനത്തോടനുബന്ധിച്ച് വർണ്ണോജ്വല റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മലബാർ ഗ്രൂപ്പിന്റെയും നിക്ഷാൽ ഇലക്ട്രോണിക്സിന്റെയും സംയുക്ത സംരംഭമായ ഇഹം ഡിജിറ്റലിന്റെ ആദ്യ ഷോറൂമിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര താരം ദുൽഖർ സൽമാൻ നിർവഹിച്ചു. വിവിധ ലോകോത്തര ബ്രാൻഡുകളുടെ ഇലക്ട്രോണിക്സ്, ഗാഡ്ജറ്റ്സ്, ഗൃഹോപകരണങ്ങൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഇഹം ഡിജിറ്റലിന്റെ പ്രത്യേകത. കേരളത്തിലെ തന്നെ ഇഹം ഡിജിറ്റലിന്റെ ആദ്യത്തെ ഷോറൂമാണ് കോഴിക്കോട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് വിഭാഗമായ മലബാർ ഡെവലപ്പേഴ്സ് രാജ്യത്ത് 10,000 കോടി രൂപ മുതൽ മുടക്കി വൻ വിപുലീകരണ പദ്ധതികൾ നടപ്പിലാക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി സിനിമാ താരം ദുൽഖർ സൽമാനെ മലബാർ ഡെവലപ്പേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുത്തു.
2020 ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് ഗ്രൂപ്പുകളിൽ ഒന്നായി മലബാർ ഡെവലപ്പേഴ്സിനെ മാറ്റുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ചെയർമാൻ MP അഹമ്മദ് പറഞ്ഞു.